So what is up guys, welcome back to another episode of Gamer X Boys. Guys, അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഡെസ്റ്റിനേറ്റർ ഇന്തോനേഷ്യയിൽ വീണ്ടും വന്നേക്കാണ്. കാരണം നമുക്ക് ഇന്ന് ഒരു ഫാമിലി ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അവർ എടുത്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ അസ്വ എന്ന് പറയുന്ന ഒരു വണ്ടീൻ്റെയാണ്. അപ്പോൾ ഞാനാണ് ഈ ഒരു ട്രിപ്പ് എടുക്കുന്നത്. നമുക്കെന്തായാലും അങ്ങ് പോയേക്കാം. നല്ലൊരു സ്ഥലം, നല്ലൊരു വെതറാണ് ഗൈസ് ഇന്ന് ഇന്തോനേഷ്യയിൽ. നല്ല ഇങ്ങനെയൊക്കെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല വെതറും ഉണ്ട്, വെയിലും ഉണ്ട്, തണലും ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വണ്ടി എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇതുണ്ട്, ഈ കൊന്തയൊക്കെ കിടന്ന് തിളങ്ങും. പിന്നെ ഇത് ഇവിടുത്തെ വൈപ്പറൊക്കെ പോകും കേട്ടോ. വൈപ്പർ ഇപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് വേണം. മഴ വല്ലതും പെയ്യുവാണേലേ പറയാൻ പറ്റൂല. അപ്പോൾ നമുക്ക് വൈപ്പർ ഓണാക്കിയിട്ട് പോകാം. എൻ്റെ പൊന്നെ ട്രക്കുകാരോ ഇച്ചിരി സ്ഥലം തരും, ഞാൻ കയറിപ്പോട്ടെ. ഒരു വണ്ടിയിൽ മറ്റേ കൊമ്പൻ യൂദേവ് പോലെ അത്രയും ലൈറ്റ്സൊന്നും ഇല്ല, തീരെ ലൈറ്റ്സ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, അവർ പറഞ്ഞാണ് ഫാമിലി ഗ്യാതറിംഗ് ആണ്. ഒട്ടും ലൈറ്റില്ല, 0 ലൈറ്റ്സ്. സാധാ ഫ്രണ്ടിലെ ലൈറ്റും പിന്നെ ഈ അകത്തൊരു നീല ലൈറ്റും. പിന്നെ ബാക്കി വന്നേക്കുന്ന അസ്വ എന്ന് പറയുന്ന വണ്ടീൻ്റെ ക്യാബിനിലും അകത്തുമാണ്. ഇൻറ്റീരിയർ കാണിക്കാൻ ശ്രമിക്കാം, പക്ഷേ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇതാണ് ക്യാബിൻ വ്യൂ. കുഴപ്പമില്ല, എനിക്ക് ഈ ക്യാബിൻ വ്യൂ ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓടിക്കുന്നത്. നിങ്ങൾ പറയും ക്യാബിൻ വ്യൂ വേണോ അതോ വണ്ടീൻ്റെ വ്യൂ വേണോ എന്ന്. എന്തായാലും ഇതുവരെ കയറുമോ നോക്കട്ടെ. തട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ പതുക്കെ എടുത്ത് എടേ ആ വണ്ടിയൊക്കെ പോകുന്ന സ്പീഡ് കണ്ടു. ഉമ്മാർക്കൊന്നും തട്ടിയാലും പ്രശ്നമില്ലേ, ഇവിടെ നമുക്ക് മാത്രം പ്രശ്നം തട്ടിയ. ഈ വണ്ടി ഞാൻ നന്നാക്കിയൊന്നുമില്ല, നന്നാക്കാൻ പറ്റൂല, കാരണം 94 കിടക്കുന്നത്. ഇപ്പോൾ നല്ലൊരു ട്രിപ്പ് കിട്ടിയതുകൊണ്ട് ഭാഗ്യം. നല്ല 53 റുപ്പീസ് എങ്ങാണ്ടോ കിട്ടുന്ന. അയ്യോ, ഉപ്പ ആ ട്രക്കിനെ വന്ന് ഇടിച്ചേനെ. അയ്യോ, റോട്ടിൽ നോക്കി ഓടിക്കണം. എന്തായാലും ഈ ഒരു സംഭവം കൊള്ളാം. എൻ്റെ പൊന്നു പിള്ളേരെ കടന്ന് മിണ്ടാതിരുന്നു. ഈ വട്ടം ഹോൺ അടിക്കില്ല. കഴിഞ്ഞ വട്ടം എന്തുമായിരുന്നു നിനക്കൊക്കെ ഹോൺ അടിച്ചിട്ട്. പിന്നെ അവിടെ ഒരു ബസ് കിടപ്പുണ്ട് കേട്ടോ. ഈ ഒരു ബസ് എങ്ങാണ്ട് ഇങ്ങനത്തെ ഒരു ബസ്സായിരുന്നു. ആ വളവിൽ വെച്ച്, ബസ് സ്റ്റോപ്പിൽ നിന്ന് വളവിൽ വെച്ച് അങ്ങ് സ്പീഡിൽ ഇറങ്ങിപ്പോയത്. അത് നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കൊന്തയുണ്ട് കേട്ടോ, നല്ല നീലയും പിങ്ക് കളറങ്ങാനുള്ള തിളങ്ങുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ അസ്വ ബസ്സിൻ്റെ ഇൻറ്റീരിയർ കാണുന്നു. ഞാൻ ആദ്യമായിട്ടല്ല ഓടിക്കുന്നത്. ഞാൻ ഈ വണ്ടി 2-3 വട്ടം അങ്ങോട്ട് ഓടിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്നേ വരെ ഇൻറ്റീരിയറിൽ ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ടില്ല. ഇടയ്ക്കെങ്ങാണ്ട് ഒരു വട്ടം ഓടിച്ചെന്ന് തോന്നുന്നു. അതൊക്കെ വിട്, നമുക്ക് എന്തായാലും കുറേ ദൂരം പോകാനുണ്ട്. കുറേ ദൂരം ഉണ്ട്. അതേ പിക്കപ്പ് പോയിന്റ് എത്താറായി. ഈ ഒരു വളവും കൂടി അങ്ങ് കഴിഞ്ഞാൽ മതി, നമ്മുടെ പിക്കപ്പ് പോയിന്റ് എത്തും. മാപ്പിനകത്ത് ഞാൻ നോക്കി ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് പറയാൻ പറ്റില്ല. പോലീസുകാരാണ് ഇരുട്ടാവുന്നതിന് മുന്നേ ആൾക്കാർ വണ്ടിക്കകത്ത് കയറ്റേണ്ടതാണ്. നമ്മളെന്തായാലും സ്ഥലത്തെത്തി, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇവിടെയാണ് സ്ഥലം. ഡോറൊക്കെയാണ് തുറന്നിട്ടേക്കാം. ആൾക്കാരെ കയറൂ. എന്തായാലും കയറില്ല, ആൾക്കാർ കയറുമ്പോൾ. ഓക്കെ ഗൈസ്, ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് വണ്ടിയിൽ. നമുക്കിനി പസിറ്റാനെന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോകണം. ആൾക്കാർ കുറേ ഉണ്ടെന്ന്. ഇതേ ഗൈസ്, ഇൻറ്റീരിയറിൽ ഇതുണ്ട്, മരമൊക്കെ ഉണ്ട് കേട്ടോ. അകത്ത് വണ്ടിക്കകത്ത് മരമൊക്കെ ഉണ്ട് തിളങ്ങുന്ന. നമുക്ക് എന്തായാലും നോക്കി പതുക്കെ എടുക്കാം. അയ്യോ, ഇപ്പോൾ വണ്ടിക്കാണ് അടിച്ചു. പുറകിൽ നിന്നൊന്നും വണ്ടിയില്ല, അതുകൊണ്ട് നമുക്ക് കയറാം. ഈ ഒരു ഓട്ടം ദൂരമാണെന്ന് തോന്നുന്നു. 2 ചെക്ക് പോയിന്റ് എങ്ങാണ്ടോ ഉണ്ട് ഇതിന്. പിന്നെ ആൾക്കാരൊക്കെ കഴിച്ചിട്ട് വന്നെന്ന് തോന്നുന്നു. അവരുടെ സ്റ്റേക്ക് ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ നിർത്തിയാണ്. ആൾക്കാരെല്ലാം കഴിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല. പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല, എനിക്കും കൂടി കഴിക്കണം. അപ്പോൾ അടുത്ത ചെക്ക് പോയിന്റ് ആകുന്നേരം ഞാൻ എവിടെയെങ്കിലും വന്ന് നിർത്തുന്നതായിരിക്കും. രാവിലെ 6 മണിക്കെങ്ങാണ് വണ്ടി കൊണ്ട് ഇറങ്ങിയത്. 30 സ്ഥലത്ത് തന്നെ.
സ്ഥലം എത്തിയൊന്നും ഇല്ല. ആൾക്കാരെ വിളിക്കാമെന്ന സ്ഥലത്ത് എത്തിയതേ ഉള്ളൂ. നമുക്ക് കുറേ ദൂരം കൊണ്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ വെറും വീട്ടിലാണ് വണ്ടി എടുത്തത്. കഴുകി പോലും ഇല്ല. ഇപ്പോഴും ചെളി കിടപ്പുണ്ട്. അവർ പറഞ്ഞ് കഴുകിയില്ലേലും കുഴപ്പമില്ല, വണ്ടിയും കൊണ്ട് അങ്ങ് എത്തിയാൽ മതിയെന്ന്. അപ്പം അങ്ങനെ വന്നൊരു വഴിയാണ്. പിന്നെ നല്ല കാശ് കിട്ടുന്ന ഒരു ട്രിപ്പായതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വന്നു. അവിടെ എന്തോ സിനിമ തിയേറ്റർ പോലെ എന്തോ കിടപ്പുണ്ട്. അയ്യോ, ഫോണൊക്കെ അടിച്ചിട്ട് ആണ്ട്ര ചേട്ടാ എന്നാണിക്കുക. ഒരു ഹോണും എല്ലാം ഇട്ടിട്ടൊന്ന് വാ. ഈ ട്രക്കുകാരൻ എവിടെ നിന്ന് കയറി എന്നാണ്. ഇവിടെ നിർത്തണോ? വേണോ? വേണ്ട, ഇച്ചിരി കൂടി ദൂരം പോവാം. അയ്യോ, ഓവർടേക്ക് ചെയ്യാൻ നോക്കുവാണെങ്കിൽ വണ്ടിക്കാർ സമ്മതിക്കൂലേ. അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ? പോലീസ് വണ്ടി വരുന്നുണ്ട്. വെറുതെ തന്നെ അതിനാ. അവിടെ റെഡ് സിഗ്നൽ എങ്ങാണ്ടോ. എന്തായാലും കയറിപ്പോവാം. ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ കാണാനൊന്നും ഇല്ല. ഇല്ലേ എവിടെയെങ്കിലും നിർത്തി ഒന്ന് കാണാമായിരുന്നു. ഉയ്യോ, റിവേഴ്സ് എടുത്തോ. പിന്നെ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ വണ്ടി വല്ലതും കേട്ടതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടീനെ കുറിച്ച് കേൾക്കുന്നത്. ഉയ്യോ, ചെറുതായിട്ടൊന്ന് തട്ടി. അതാണ് പറയുന്നത്, സംസാരിക്കാൻ നേരം വണ്ടി ഓടിക്കലാണ്. വണ്ടിക്ക് വല്ലതും പറ്റിയ ഇല്ല, ആൾക്കാർക്ക് വല്ലതും പറ്റിയ അവർ കാണുന്ന പോലും ഇല്ല. ഉറങ്ങി കാണും. ഉറങ്ങാൻ സമയമൊന്നും ആയില്ല. ഇപ്പോൾ ഒരു സന്ധ്യ പോലെ ഇവിടെ എന്തോ കടയുണ്ട്. എന്തായാലും ഇവിടെ നിന്നൊന്നും ഇറങ്ങി തിന്നുന്നില്ല. നമുക്കെന്തായാലും നല്ല വിലയുള്ളൊരു സ്ഥലത്ത് കയറാം. അവിടെ വീണ്ടും സ്റ്റേക്ക് ഹൗസ് ഉണ്ട്, അത് അപ്പുറത്തെ വശത്ത്. ചേട്ടാ, ഈ ഒരു ബസ് കുറേ നേരമല്ല നമ്മളെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനാ അവരെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് വേറെ ബസ്സുകാരാണ്. അവരും അതേ സ്ഥലത്തോട്ടായിരിക്കും പോകുന്നത്. ഞാൻ എന്തായാലും വിചാരിക്കും അവിടെ എന്തോ ഇത്ര കാണാനുള്ളതെന്ന്. ഇവിടെ ഒരു സ്റ്റേക്ക് ഹൗസ് ഉണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു വശത്ത് വണ്ടി ഒതുക്കിയിട്ട്, ചേട്ടാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന കുഴപ്പമുണ്ടോ? ഞാൻ നോക്കട്ടെ, ആരെങ്കിലും ഇടിക്കുന്നുണ്ടോ വണ്ടി? ഇല്ല. പിന്നെ അവിടെ സീ ഫുഡിൻ്റെ ഒരു ചെറിയ മാർക്കറ്റ് ഉണ്ട്, അവിടെ അടച്ചിട്ടേക്കുക. സ്റ്റേക്ക് ഹൗസ് എന്തായാലും തുറന്നിട്ടുണ്ട്. ഇവിടെ അങ്ങ് വണ്ടി പാർക്ക് ചെയ്യാം. ആൾക്കാർ നിങ്ങൾ കിടന്ന് വാങ്ങിക്കോ, ഞാൻ ഇപ്പോൾ ഇച്ചിരി ആഹാരം കഴിക്കാനുണ്ട്. നിങ്ങൾക്ക് വേണം നിങ്ങളും കഴിച്ചോ. എങ്ങോട്ട് പോകാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും സ്റ്റേക്ക് ഹൗസിൽ നിന്ന് സ്റ്റേക്കൊക്കെ തിന്നിട്ട് ഞാൻ വരാം. ബൈ. ഓക്കെ, ഞാൻ എന്താ സ്റ്റേക്ക് ഹൗസിൽ നിന്ന് നല്ല മീഡിയം റെയർ സ്റ്റേക്കൊക്കെ കഴിച്ചു. ഇവിടെ ട്രക്കുകാരനെ ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടി. അതിന് വേണ്ടി ആ പുള്ളിക്കാരൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടേക്കുന്നു. അങ്ങനെ നമ്മൾ വണ്ടി കയറാം. ആരും ഇടിക്കല്ലേ, ഒരാൾ നടപ്പുണ്ട്. അവിടെ ഞാൻ ട്രക്ക് വീഴുന്നുണ്ട്. എന്നാതിന് വെറുതെ ബ്ലോക്ക് ചെയ്യുന്നു. നമുക്കൊന്ന് പോയേക്കാം. ഓക്കെ, നമ്മൾ സ്റ്റേക്കൊക്കെ കഴിച്ച് മീഡിയം റെയർ കഴിച്ചിട്ടുണ്ട്. ബില്ലിന് നല്ല റേറ്റ്, 1500 അവിടെ നിന്ന് ഒരു സ്റ്റേക്കിന്. പിന്നെ നമ്മളെ പാസഞ്ചേഴ്സ് 2-3 ആൾക്കാർ ഇറങ്ങി വന്നായിരുന്നു. അവരിപ്പോൾ കയറി ഉറങ്ങിയിട്ടുണ്ട്. അതാ ഒച്ചയൊന്നും കേൾക്കത്തെ. പിന്നെ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്നും വിചാരിച്ച് പാട്ടൊന്നും ഇട്ടിട്ടില്ല. അതേ ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് വന്നു. സോ ഗൈസ്, നമ്മളപ്പോൾ ചെക്ക് പോയിൻ്റൊക്കെ കഴിഞ്ഞ് ഈ ഒരു വശത്തെത്തി. ഏതാ സ്ഥലമെന്നൊന്നും അറിഞ്ഞാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. കണ്ടിട്ട് ഒരു കാട് പോലെ എങ്ങാണ്ടോ തോന്നുന്നു. പിന്നെ ഈ വണ്ടിയിൽ ഔട്ട് സൈഡിൽ വെച്ചിട്ട് ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ലൈറ്റ്സ് ഒന്നും കാണാനില്ല. നമുക്കെന്തായാലും വൈപ്പറിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ മഴയൊന്നുമില്ല. ഗൈസ്, നമ്മളെന്തോ ഒരു ആരിൻ്റെ അടിയിൽ കൂടെ, റിവറിൻ്റെ അടിയിൽ കൂടെ എങ്ങാണ്ടോ ആണ് പോകുന്നത്. അവിടെ അതേ ഒരു വലിയ ബ്രിഡ്ജുണ്ട്. നമ്മളെന്തായാലും അതേ ബസ്സുകാരനും വന്നു. 2 ബസ്. ഇത് ബസ്സിന് വേണ്ടി പോകാനുള്ള വഴിയാണ്. ഈ മരം ഒന്ന് പോവാതെ നമുക്ക് എന്തായാലും ഇൻറ്റീരിയർ വഴി പോകാം. ഇത് കാണാൻ രസമുണ്ട്, നമ്മൾ ശരിക്കും ഓടിക്കുന്ന പോലെ. ഇതിൻ്റെ ഒച്ച ഇത്തിരി കുറക്കട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി എന്നെ കേൾക്കാൻ പറ്റുമായിരിക്കും. അയ്യോ, എടാ ഈ ബസ്സൊക്കെ ഏത് വഴി കൂടെ കയറി വരുന്നു. നമുക്കൊക്കെ ഒന്ന് ഹോൺ അടിച്ച് വന്നൂടെ? നല്ല ഒരു വളവെത്തിയിട്ടുണ്ട്. അപ്പുറത്തു നിന്ന് വണ്ടികളൊന്നും വരാതിരുന്നാൽ മതി. അടുത്ത ഒരു വളവ്, നല്ല വലിയ വളവ്. അതായത് ഇവിടെ ഇന്നോവക്കാരനൊക്കെ കിടക്കുന്നു. പുള്ളിക്കാരനെ ചെറുതായിട്ട് ഇടിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ടേ. നമുക്കെന്തായാലും മൈൻഡ് ചെയ്തങ്ങ് പോവാം. കൊള്ളാം, സ്ഥലം കൊള്ളാം. കണ്ട ഒരു
എന്തോ ഒരു കാട് പോലാണേ പറയും. ഇവിടെ കാടിൻ്റെ സൈഡിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നു. ആനയും പുലിയും ഒന്നും വരത്തില്ല ഇവിടെ. കാരണം വരുമായിരിക്കും, നമ്മൾ പോകുന്ന കാര്യമെല്ലാം കാണുമായിരിക്കും. ഇപ്പം ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണത്തില്ല. രാവിലെ ഉച്ചയ്ക്കോ വല്ലതും വരുവാണെങ്കിൽ നല്ലതായിട്ട് കാണാമായിരുന്നു. രാവിലെ 12 മണിക്ക് വല്ലതും വരുവാണ്. അവിടെ എന്തോ ഒരു സംഭവം കാണാൻ പറ്റും. അതെന്തോ ഒരു പടി പോലെ, ഒരു വലിയ സ്റ്റെപ്പ് പോലെ, സ്റ്റെയർ കേസ് പോലെ. അതെന്തെങ്കിലും ആട്ടെ, കുറേ പുല്ല് അതിൻ്റെ മുകളിലുണ്ട്. നമുക്കെന്നാലും ഇങ്ങനെ പോവാം. ഇപ്പം ആ വണ്ടിക്കാരനെ ഇടിച്ചില്ല, എന്തോ ഭാഗ്യത്തിന്. താഴെ നല്ല ജംഗിള് പോലെ ഉണ്ട്, കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തോ ഒരു പ്രേത വൈബ് പോലെ. ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ മസനഗുരി ഊട്ടിയിലോട്ട് പോകുന്ന പോലെ. ഇവർ മിക്കവാറും അങ്ങോട്ടായിരിക്കും പോകുന്നത്. നമ്മളിപ്പോൾ ഇന്തോനേഷ്യയിൽ ഊട്ടിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഫുഡ് സ്റ്റോറൊക്കെ ഉണ്ട്. ഫുഡ് സ്റ്റോറല്ല, ഹൗസസ്. ഇവിടെ എന്തോ ഒരു ബോർഡ് തന്നെ, എന്തോ മലേൻ്റെ ചിഹ്നമൊക്കെ ഉണ്ട്. നമുക്കിനി മിക്കവാറും മല കയറണമെങ്കിൽ വല്ലതും ഓഫ് റോഡ് വണ്ടി എടുത്താൽ മതിയായിരുന്നു. ആ ട്രക്കുകാരൻ മിക്കവാറും ആ വണ്ടിക്കാരനെ ഇടിക്കും. എന്തോ സംഭവം ഉണ്ട് ഇവിടെ. ഈ ഒരു ടാങ്കർ ലോറിക്കാരൻ ഇങ്ങോട്ട് ഓവർടേക്ക് ചെയ്ത് വന്നേ. അപ്പം ഈ ഒരു ട്രക്കുകാരനെ കണ്ടില്ല, അപ്പം രണ്ടും കൂടി ഇടിച്ചു. ടാങ്കറുകാരൻ ഇങ്ങോട്ട് വരാൻ നോക്കുക. ഇതേ കഴിച്ച് അവിടെ കണ്ടോ, ഇതാ ഞാൻ മുന്നേ പറഞ്ഞ സ്റ്റെപ്പ് പോലെ ഇരിക്കുന്ന സംഭവം. അതെന്തൊച്ച കണ്ടോ, അവിടെ തെങ്ങൊക്കെ ഉണ്ട്, കുറേ തെങ്ങും മരങ്ങളും പൊച്ചപ്പും ഒക്കെ ഉണ്ട്. നമുക്കെന്തായാലും ഈ വണ്ടിക്ക് എന്താ സ്പീഡ് കിട്ടുന്നില്ലേ? ഞാൻ ആക്സിലേറ്റർ നെക്കി പിടിച്ചിട്ട് സ്പീഡ് കിട്ടുന്നില്ല വണ്ടിക്ക്. വണ്ടീൻ്റെ സ്പീഡ് കുറയുക. അതേ കൂടി വരുന്നുണ്ട്. എന്തോ സംഭവം എന്ന് മനസ്സിലായില്ല. വണ്ടീൻ്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഞാൻ ആക്സിലേറ്റർ നെക്കി പിടിച്ചിട്ടും കുറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്തെങ്കിലും ആട്ടെ. ഇത്ര നേരമായിട്ട് പാസഞ്ചേഴ്സ് എണ്ണീട്ടില്ല, നല്ല ഉറക്കത്തില്ല. അമേസിങ്. കുറേ ബോർഡൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ സിറ്റി പോലെ, സിറ്റിയല്ല, ഒരു കുഞ്ഞു വില്ലേജ്. ഇവിടെ വലിയ വളവെത്തി കേട്ടോ. ഭാഗ്യ ബസ് അവിടെ നിന്ന് വരുന്നുണ്ട്. നമ്മൾ വളവ് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഹോൺ അടിച്ച് പോകാം. അല്ല വണ്ടിക്കാർ ആരൊന്നും ഹോൺ അടിച്ചുകൊണ്ട് വരത്തില്ല. കൊള്ളായി, നല്ല വളവാണ്. അയ്യോ, ഇതെന്താടാ വളവിൻ്റെ സ്ഥലവും ഫുള്ളോടെ വളവാണ്. ആ വണ്ടിക്കാരനെ ഇടിച്ചോ? ഇല്ല. വേണ്ട, അടുത്ത വളവ്. ഒരു വളവ് കഴിയാൻ നേരം മറ്റൊരു വളവ് വരുമോ? അങ്ങനത്തെ അവിടെയും ഉണ്ട് ഒരു വളവ്. ഇനി വളവില്ലാത്ത സ്ഥലം ഏതാണോ ഉണ്ട്. ഈ ഒരു സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. രാവിലെ വല്ലതും വരുവാണെങ്കിൽ കാണാൻ കൊള്ളാമായിരുന്നു. നമ്മളെ ഇരുട്ടായി കേട്ടോ. ഇരുട്ടായ കൊണ്ടാണ് ഇത്ര ഒന്നും കാണാൻ പറ്റാത്ത പോലെ. അപ്പം ഞാൻ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുവാണ്. ഇനി ഫുള്ളോടെ വളവായിരിക്കും. നിങ്ങളെ വെറുതെ ഞാൻ ഇപ്പോൾ ഒരു വളവിൽ കൂടെ പോകാൻ കാണിക്കണ്ടല്ലോ. അല്ല വേണ്ട, ഈ ഒരു ചെക്ക് പോസ്റ്റും കൂടി കഴിയും. അത് അടുത്ത നമ്മൾ തന്നെ അതിന് ഇവിടെ വെച്ച് വെറുതെ നിർത്തുന്നു. ആ ഒരു വളവും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്തോ ഇടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, അവിടെ ബസ് വരുമായിരുന്നു. അയ്യോ, ഇനി ഇച്ചിരി കൂടി ഒന്നും നേരെ ചെന്നാൽ മതി. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ എൻഡ് ചെയ്യുവാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞ് ട്രിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല, സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ പകുതി ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുടെ കാണാം. ബൈ.